ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യാസ് പാഷൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നത് ഒരു പീറ്റർ പാൻ കോളർ ഫ്രോക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. ഒരു 4-5 വയസ്സ് ഉള്ള കുട്ടികൾക്ക് പറ്റിയ മെഷർമെൻറ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അക്കോവൻ്റെ ഒരു കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ എടുത്തത്. 1.25 മീറ്റർ തുണിയാണ് എടുത്തിട്ടത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഞാനിവിടെ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൽ മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്യാം. ഈ ചൂടത്ത് എന്തായാലും കോട്ടൺ ഉണ്ടേ പറ്റുള്ളൂ. അപ്പോൾ പീറ്റർ പാൻ കോളറൊക്കെ വെക്കുമ്പോൾ കുറച്ച് സ്റ്റൈലിഷായിട്ട് ഇരിക്കുകയും ചെയ്യും, കാണാനും രസമുണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലെങ്ത്താണ് ഈ തുണിയിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ താഴെ വരുന്ന ഈ അക്കോവൻ്റെ ഡിസൈൻ എടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ മേൽഭാഗത്താണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 ഇഞ്ച് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴെയുള്ളത് ഞാൻ കോളർ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ മേലെ 10 ഇഞ്ച് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ മെഷർമെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചാണ് ലെങ്ത്ത്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത്, പിന്നെ ടോട്ടൽ ഷോൾഡർ 4 ഇഞ്ചിൻ്റെ കൂടെ 1/2 ആഡ് ചെയ്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷോൾഡർ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആം ഹോള് 4 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് ഞാൻ നെക്ക് എടുക്കുന്നത്, കാരണം കുട്ടികൾക്ക് കുറച്ച് നെക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ലല്ലോ, നല്ല ഇടാനൊക്കെ കുറച്ച് സുഖം. ഇനി ഈ നെക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് കേവ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ചെസ്റ്റ് നമുക്കിവിടെ 6.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്തിട്ട് 7.5 ഇഞ്ച് ചെസ്റ്റ് നമ്മൾ ആം ഹോള് അടയാളപ്പെടുത്തിയതിൻ്റെ തൊട്ട് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേസ്റ്റാണ്. വേസ്റ്റ് നമ്മൾ 8 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആം ഹോള് ജസ്റ്റ് 1 ഇഞ്ചൊന്ന് ഇവിടെ ഈ പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് അതിലെ ഒന്ന് ഇതേപോലെ കേവ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആം ഹോള് റെഡിയായി. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച അതേ അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, 3.5 ഇഞ്ച് ലെങ്ത്തുള്ള നമ്മുടെ ഈ നെക്ക് ഞാൻ അതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേപോലെ ആട്ടോ നമ്മൾ കട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും. ഇനി നമുക്ക് ലൈനിങ്ങും ഇതേ മെഷർമെൻറ്റ് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ താഴ്വശത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ നമുക്ക് 15 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 15 ഇഞ്ച് ലെങ്ത്തിൽ ഇവിടെ ഞാൻ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വശം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല, ബാക്ക് വശം മാത്രം മടക്കി തയ്ച്ചാൽ മതി അടിയിൽ. അപ്പോൾ ബാക്കിൽ ഞാൻ 16 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. മുൻവശത്ത് 15 ഇഞ്ചും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് പീസിൽ 16 ഇഞ്ച് ലെങ്ത്തോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മെഷർമെൻറ്റിനേക്കാളും 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് 14.5 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 16.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ച ആ ഭാഗം കട്ട് ചെയ്തിട്ട് 2 പീസായിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് ബാക്ക് വശം, ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. അപ്പോൾ ഇത് മീറ്ററിന് 170 രൂപയുള്ള തുണിയാണ് കേട്ടോ. നമുക്ക് 1.25 മീറ്റർ കൊണ്ട് നല്ലൊരു ഫ്രോക്ക് തയ്ക്കുക.
പിന്നെ നമുക്ക് ഇതേപോലെ ഒരു 4 ഇഞ്ച് വീതിയോ 20 ഇഞ്ച് നീളവുമുള്ള 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം, ഉടുപ്പിന് ലേസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് കോളറാണ്. അതിനുവേണ്ടി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ഒരു തുണിയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്കിൻ്റെ ഭാഗം ഇതേപോലെ എടുത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ നെക്ക് അതേപോലെ ഇതിലൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെക്ക് നമ്മൾ അതേപോലെ ഈ തുണിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പ് എടുത്തിട്ട് ഇത് 2 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇത് റൗണ്ടിൽ ഈ നെക്ക് റൗണ്ട് ചെയ്തിട്ട് 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു 1/4 ഇഞ്ച് മേലോട്ടേക്ക് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തിട്ട് ലൈൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് ആ കോളറിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്ന ഷേപ്പ്. ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനി നമ്മൾ പോയിൻ്റ് ചെയ്തത് ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് മാർക്ക് ചെയ്ത ഈ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു 1/4 ഇഞ്ച് ക്രോസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ കോളർ വരുന്നത്. ഓക്കെ, ഫ്രണ്ട് വശത്ത് ഈ ഒരു ഷേപ്പാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ ഇത് നമ്മൾ കോളറിൻ്റെ ബാക്ക് സൈഡാണ് കട്ട് ചെയ്തത്. ഇനി ഫ്രണ്ട് സൈഡിലേക്കും ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അക്കോവൻ്റെ ക്ലോത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വശം നമ്മൾ നെക്കിനോട് കൂടി ജോയിൻ ചെയ്യുന്ന സൈഡാണ്. അപ്പോൾ ഇവിടെ തയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തയ്ക്കേണ്ടത് ഇതിലെ ബാക്ക് സൈഡ് കൂടെ തയ്ച്ചിട്ട് ഇവിടെയും തയ്ക്കുക. അതേപോലെ 2 കോളറിൻ്റെ ഈ സൈഡിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മറിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ കോളറിൻ്റെ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉള്ളോട്ടേക്ക് മറിച്ചെടുക്കാം. ഓക്കെ, ഈ കോർണർ നമുക്ക് എന്തെങ്കിലും ഒരു ഷാർപ്പായ വസ്തു വെച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോളർ നമ്മൾ അതിൻ്റെ നല്ല വശത്തേക്ക് മറിക്കുന്നതിന് മുമ്പ് അതിൻ്റെ തുന്നൽ തുമ്പ് ഇതേപോലെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളൂ മറിച്ചാൽ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളർ വരുന്നത്. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് യോക്കിൻ്റെ ഫ്രണ്ട് വശത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ സെൻറ്ററിൽ ഈ 2 കോളറിൻ്റെ ഈ 2 ഭാഗവും സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കോളർ ഈ ഫ്രണ്ട് പീസിൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ലൈനിങ് വെച്ചിട്ട് ഈ നെക്ക് ഒരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ടോപ്പ് അടിക്കാത്ത സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ ലൈനിങ് ആയിട്ടും കൊടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ള ലൈനിങ് കുറച്ചൊരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് ഉള്ളിൽ കൂടെ ഇനി നെതിലടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഈ പീസിനെ കൊടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ വയ്യല്ലോ. ഇനി നമുക്ക് ഈ ലൈനിങ് ഇതിൻ്റെ ചീത്തവശത്തേക്കൊന്ന് മറിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പീറ്റർ പാൻ കോളർ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മേലെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്തെ നെക്കും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബാക്ക് വശത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് നേരത്തെ ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ലൈനിങ് നമുക്ക് ചീത്തവശത്തേക്ക് മറിച്ചെടുക്കണം. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് 2 പീസും ഫ്രണ്ട് വശവും ബാക്ക് സൈഡും ഒരേപോലെ എടുത്തിട്ട് നമുക്ക് നല്ല വശവും ഒരുമിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്ക് വശത്തിൻ്റെ ലൈനിങ് നല്ല വശത്തെ കവർ ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡത്തെ നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇതേപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 3 ഇഞ്ച് നീളവും ഒരു 2 ഇഞ്ച് വീതിയുമുള്ള ഒരു എക്സ്ട്രാ പീസ് ഇതേപോലെ എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം അത് ഇതേപോലെ ഉള്ളോട്ടേക്ക് മറിച്ചിട്ട് ഇതിൻ്റെ അറ്റം ഇതേപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേൽക്കൂടെ പ്രസ് ചെയ്തിട്ട് ഈ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അവിടെ നമുക്ക് ഹുക്ക് പിടിപ്പിച്ചാൽ മതി. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവും നമുക്ക് ക്രോസ് പീസിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഉള്ളോട്ടേക്ക് മറിച്ച് ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്ലീവും നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ലൈനിങ്ങും ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പീസുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലൈനിങ്ങിൻ്റെ പീസോട് കൂടി ഉടുപ്പിൻ്റെ താഴ്ഭാഗത്തുള്ള ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് യോക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് പ്ലേറ്റ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ബാക്ക് വശവും നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് വശത്തെ അടിവശം കൂടെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം. ഫ്രണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലേസും നമുക്കൊന്ന് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഇഞ്ച് തുന്നൽ തുമ്പ് വിട്ടിട്ട് നീളത്തിൽ താഴെ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ലേസാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റിൻ്റെ അവിടെ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് നമുക്കിത് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.